ചേട്ടൻ്റെ ഓഫീസിൽ ഗെറ്റ് ടുഗദറിനായിട്ട് പോവാണ്. രണ്ടാമത്തെ ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. അത് ഇവിടുത്തെ ബേർഡ്സ് പാർക്കിലാണ് കേട്ടാ. ബേർഡ്സ് പാർക്ക് ആദ്യം ഞങ്ങളുടെ അടുത്തായിരുന്നു, തമൻജുറോങ് ഭാഗത്തായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറ്റി. ഒരു വർഷത്തോളായി, ഒരു വർഷത്തിൽ കൂടുതലായില്ലേ. സൂവിന്റെ അടുത്താണ് ഇപ്പൊ. മണ്ടായി എന്നല്ലേ സ്ഥലത്തിന്റെ പേര്? മണ്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബേർഡ്സ് പാർക്കിന്റെ വീഡിയോ എനിക്ക് മുഴുവനായിട്ടും നന്നായി എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗോപ്രോ നല്ലൊരു പണി തന്നു. ഇത്തവണ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗോപ്രോയുടെ ചാർജ് പോയി. പിന്നെ അത് ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ വീഡിയോസും എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ആ ഡൗൺലോഡ് ചെയ്തത് വരെ കിട്ടിയിട്ടാ. ബേർഡ്സ് പാർക്കിൽ പോയ കുറച്ച് വീഡിയോസ് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ ബേർഡ്സ് പാരഡൈസ് ഇരിക്കുന്നത് സൂവിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ പഴയ ബേർഡ്സ് പാർക്കാണ് എനിക്ക് കൂടുതലും ഇഷ്ടം തോന്നണേ. അവിടെ ഇങ്ങനെ കൂടുതലും ബേർഡ്സ് ഉള്ള പോലെയും അത് ഏരിയ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതലും ഇങ്ങനെ ബേർഡ്സും ഇതൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. ഇവിടെ ഏരിയ കൂടുതലാണ്. പക്ഷേ ഇനി പോകെ പോകെ ഇവിടെ എന്തായാലും ഇവർ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേയുള്ളൂ. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ഇതിനേറ്റവും സൂപ്പറായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. ഇവിടെ ടിക്കറ്റിന് $49 കേട്ടോ. ഞങ്ങളിപ്പോൾ കമ്പനിയുടെ ഇതിൽ പോകണോണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു. ഞങ്ങൾ ആദ്യം സൂവിൻ്റെ പാർക്കിങ്ങിലാണ് വണ്ടി പാർക്ക് ചെയ്ത്. പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ മനസ്സിലായി ഇത് തെറ്റിപ്പോയി. എന്നിട്ട് ആദ്യം ബേർഡ്സ് പാർക്കിൻ്റെ പാർക്കിങ്ങിലേക്ക് പോയി. ഏഷ്യയിലത്തെ ലാർജസ്റ്റ് ബേർഡ്സ് പാർക്കാണത്. പക്ഷെ എനിക്കിതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവങ്ങളും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയൊരിക്കൽ പോകുമ്പോൾ അതെന്തായാലും ചെയ്യാട്ടോ. ഇനി ശ്രദ്ധിക്കാം ഗോപ്രോയിലത്തെ വീഡിയോസൊക്കെ ഡിലീറ്റായി പോകാണ്ടിരിക്കാൻ. ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് ഇവിടെ നിന്ന് ടാഗും ടിക്കറ്റൊക്കെ വാങ്ങി. പിന്നെ ഇങ്ങനെ കവറിൽ ഞങ്ങൾക്ക് ചെറിയ സ്നാക്സും പിന്നെ ഫാനൊക്കെ തന്നിരുന്നു. ആ ഒരു ചെറിയ ഫാൻ നല്ലതായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു നമ്മൾ പുറത്തിറങ്ങുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എയർ കണ്ടീഷൻ ചെയ്ത ഓരോ റൂമുകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ഈ ടാഗും ടിക്കറ്റൊക്കെ എൻട്രൻസിൽ കാണിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി. ഇത് നമ്മൾ പിടിക്കണോ? കെട്ടിപ്പിടിക്കാം നല്ല.
ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ആദ്യം പോണത് പെൻഗിൻ ലാൻഡിലേക്കാണ്. എൻ്റെക്ക് മൊബൈലിലുണ്ടായിരുന്ന കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ ഇതിലിട്ടേക്കണത്. കുറച്ച് ബേർഡ്സിനെയും കിട്ടിയിട്ടുണ്ട്, അത് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരു പ്ലേസിലാണ് ബേർഡ് ഷോ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലക്കി ഡ്രോയിൽ ദിൽചേട്ടനും ഒരു ടാബ് കിട്ടിയിട്ടാ. This day. Appreciate and thank not only our team members but our family members for this achievement. ഈ ലാസ്റ്റുള്ള ഈ വീഡിയോസൊക്കെ എൻ്റെ മൊബൈലിൽ എടുത്ത കാരണം കിട്ടിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറുന്നതും പിന്നെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങണ ഭാഗം മാത്രമാണ് വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊരിക്കൽ ബേർഡ്സ് പാർക്കിൽ പോകുമ്പോൾ നല്ലൊരു വീഡിയോ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു.